ഇതാ പരിപ്പ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതേ നമ്മള് പരിപ്പ് കറി വെക്കാൻ പോകാം കേട്ടോ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് വേറെ ഉള്ളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഉള്ളി നല്ലവണ്ണം ഒന്ന് വഴണ്ട് വരട്ടെ. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ് കേട്ടോ. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായി പോവും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വെക്കുമ്പോൾ തക്കാളിയും കൂടി ഇടും. നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലെ ഞാൻ തക്കാളി ഇടത്തില്ല. തക്കാളി ഇടുന്നവരുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കൂടുതലും നമ്മുടെ നാട്ടിലും. തക്കാളി ഇടും. അപ്പോൾ ചെറിയൊരു പൊടി വരും. മല്ലിയില ഇട്ട് കഴിയുമ്പോൾ മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് കൂടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. ചപ്പാത്തിക്കോ ചോറിനോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. തീ നിർത്തി കൊടുക്കാം. ഒത്തിരി വെള്ളം പോലെ കിടക്കണത് എനിക്ക് ഇഷ്ടമല്ല. നോർത്ത് ഇന്ത്യൻസ് ഇത് വെള്ളം പോലെയാണ് കേട്ടോ എടുക്കുന്നത്. ഇങ്ങനെ എന്താ ചോറിലിങ്ങനെ പരന്ന് കിടക്കും.